അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ സെയിൽ ചെയ്തത് എങ്ങനെയാണ് കൊടുത്തു വിടുന്നത് വണ്ടിയിൽ നിന്നൊക്കെയുള്ള വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല എങ്ങനെയാണ് അതിനൊക്കെ ബോക്സിലൊക്കെ ആക്കി കയറ്റി വിടുന്നത് എന്നൊക്കെ. അപ്പോൾ അതറിയാത്തവർക്കൊക്കെ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വന്ന് വാങ്ങിക്കൊണ്ടുപോയതൊക്കെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മനെയും മക്കളൊക്കെ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെയും തള്ളനെയൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഒന്നിനെ നമ്മൾ ബോക്സിലൊക്കെ ആക്കിയിട്ട് തിരുവനന്തപുരത്തേക്കൊക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇനി കൊടുക്കാനുള്ളതാണ്. ഇതിലിപ്പോൾ 15 കുഞ്ഞുങ്ങളുണ്ട്. അത് 1.5 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്, 1 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു 15 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ സൗകര്യമുള്ളിടത്തേക്കാണെങ്കിൽ അതുപോലെ ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ ഇതിലങ്ങനെ വണ്ടി പോകുന്നില്ല. അപ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്നിടത്തേക്കാണെങ്കിൽ കൊടുത്തു വിടാം. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ആ ഭാഗത്തേക്കൊന്നും നമുക്കിതിൽ വണ്ടി പോകുന്നില്ല. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ ഇതിലുള്ള കുഞ്ഞുങ്ങൾ കറുപ്പ് കളറുണ്ട്, ഒരു കറുപ്പ് പുള്ളിയുണ്ട്, പിന്നെ കുറച്ച് കാപ്പിരി കുഞ്ഞുങ്ങളുണ്ട്, കാപ്പിരിക്കോഴി, മുള്ളൻകോഴി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തത്. പിന്നെ ഇപ്പോൾ പൂവനും പെടയൊക്കെ ഉണ്ട്. അത്ര അങ്ങോട്ട് നല്ല അറിയാനായിട്ടില്ലെങ്കിലും പിന്നെ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ വാങ്ങുന്നവർക്കും ഇത് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നമ്മൾ വണ്ടിക്കൊക്കെ ബോക്സിന് അങ്ങനെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ബോക്സിൻ്റെ 300 രൂപ കൊടുക്കും വേണ്ടേ. അപ്പോൾ പിന്നെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബോക്സിന് 300 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്നവർക്കൊക്കെ നല്ലത് ഒരുമിച്ച് വാങ്ങുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് ഏതായാലും പൈസ കൊടുക്കണ്ടല്ലോ. അത് കുറച്ച് കോഴികൾക്കാണെങ്കിലും കൂടുതൽ കോഴികൾക്കാണെങ്കിലൊക്കെ ഒരു ബോക്സിൻ്റെ പൈസ അല്ലേ. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ ഉൾപ്പെടുത്താവുന്നത് വാങ്ങുകയാണെങ്കിലാണ് നമുക്ക് ബോക്സിൻ്റെ പൈസയൊക്കെ മുതലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡെലിവറി വണ്ടിയിലൊക്കെ കൊടുത്ത് വിടുന്നവർക്കാണെങ്കിൽ നല്ലത് വാങ്ങുമ്പോൾ ഒരുമിച്ച് വാങ്ങണതാണ് നല്ലത്. അതല്ല ഇവിടെ വന്ന് വാങ്ങാൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വാങ്ങും ചെയ്യാം, അടുത്തൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ ഒരു ചെതിലൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ്. അതുപോലെ ഇലകൾ നല്ലോണം കഴിക്കും. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടുള്ള നല്ല കുഞ്ഞുങ്ങളാണ്. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ലസോട്ടി, IBD ഒക്കെ കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ വലിയൊരു വലിപ്പമുള്ള കോഴികളൊന്നുമല്ല. ഇവിടെ ഉള്ളതൊക്കെ ഒരു ചെറിയ സൈസ് കോഴികളാണ്. സാധാ നാടൻ കോഴികളാണ്. വലിയ തടിച്ച് വലിയ അങ്ങനത്തെ കോഴികളല്ല, ചെറിയ കോഴികളാണ് ഇവിടെ ഉള്ള കോഴികളൊക്കെ. അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. ആരും എളുപ്പത്തിൽ മുട്ടടും പൊരുന്നും എല്ലാ കോഴികളും പൊരിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കോഴികളാണ് എല്ലാ കോഴികളും. പൊരുന്നാത്ത സൈസ് കോഴികളൊന്നുമല്ല. എല്ലാവരും ഇവിടെ ഉള്ള കോഴികളൊക്കെ പൊരുന്നണ കോഴികളുമാണ്. പിന്നെ ഇവിടെ അങ്ങനത്തെ കോഴികൾ മാത്രം തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവരെ നമ്മൾ ഡെലിവറി ചെയ്തതാണ്. ഇവർ തിരുവനന്തപുരത്തോട്ട് ഡെലിവറി ചെയ്തതാണ്. അപ്പോൾ അവർ രാവിലെ നമ്മൾ ഇവിടുന്ന് ഒരു 7:30 മണിക്ക് കയറ്റി വിട്ടിട്ട് അവിടെ എത്തിയിട്ടുള്ളത് 1 മണിക്കായിരുന്നു. പിന്നെ കോഴികളൊന്നും കുഴപ്പമില്ലാതെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ രാവിലെ നമ്മൾ കൊടുത്തു വിടുന്നതിൻ്റെ മുന്നേ വണ്ടി ഒരു 7:30 നമ്മൾ നേരത്തെ 1 മണിക്കൂർ മുന്നേ ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് റെഡിയാക്കിയതിൻ്റെ ശേഷം വേണം നമ്മൾ പേക്ക് ചെയ്തൊക്കെ കൊടുത്തു വിടാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കോഴികളൊക്കെ കൊടുന്ന് ഇതുപോലെ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് സ്റ്റാർട്ടറും വെള്ളവും ഇതൊക്കെ കൊടുത്ത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ പോയതാണ് ഈ പൂവൻ കോഴി. ഇതിന് നമ്മൾ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തതാണ്. അപ്പോൾ അതും ഇതുപോലെ ആദ്യം തന്നെ ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുള്ളതാണ്. കോഴിയും കോഴിക്കുഞ്ഞുങ്ങളൊന്നും നമ്മൾ കാലൊന്നും കെട്ടേണ്ടെന്ന് ആവശ്യമില്ല. വലിയ പൂവന്മാരൊക്കെ കൊടുത്തു വിടുമ്പോൾ കാലൊന്നും ചെറുതായിട്ട് കെട്ടുന്നത് നല്ലതാണ്. പിന്നെ അവിടെയൊക്കെ കൊണ്ടുപോയി നമ്മൾ തുറക്കണ സമയത്ത് അഥവാ പറക്കൊക്കെ ചെയ്താലൊക്കെ അപ്പം അതിന് വലിയ കോഴിയുടെ കാലൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളും തള്ളയൊക്കെ അതുപോലെ വെച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഒരു ബോക്സിന് തന്നെ 2 സൈഡിൽ നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ടും ഒരുമിച്ചൊരു ബോക്സിലാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ഇടയിലൊരു കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ അവർക്ക് വെള്ളത്തിനൊക്കെ ദാഹിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കുംബറിൻ്റെ പീസും വെച്ചിട്ടുണ്ട്. 2ലും വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് തുന്നി വെച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങണ്ട. കോഴിക്കുഞ്ഞുങ്ങളും കോഴിയൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും നീങ്ങി പോകണ്ടെന്ന് എത്തിയിട്ട് പിന്നെ നന്നായിട്ട് ഹോളും ഇട്ടിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ പേക്ക് ചെയ്തൊക്കെ ദൂരക്കൊക്കെ വിടുമ്പോൾ പേക്ക് ചെയ്ത് കൊടുത്ത് വിടാനുള്ളത്. നന്നായിട്ട്
ഹോളിടുക ബോക്സിന്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പീസ് നമുക്ക് അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുക്കുംബറിൻ്റെ പീസ്, അതുപോലെ പിന്നെ തണ്ണിമത്തൻ്റെ പീസോ അല്ലെങ്കിൽ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തണ്ണിമത്തന് ഇതൊക്കെ വെക്കണേക്കാളും നല്ലത് കുറച്ചുകൂടി നല്ലത് കുക്കുംബറാണ്. അപ്പോൾ അതാവുമ്പോൾ വല്ലാതെ വെള്ളം ഇങ്ങനെ ഒലിക്കൂല. മറ്റേത് തണ്ണിമത്തൻ്റെ പീസൊക്കെ വല്ലാതെ അങ്ങനെ കുത്തുമ്പോൾ ബോക്സിലൊക്കെ വെള്ളമാവൂലേ. പിന്നെ അടിയിൽ ഒരു പേപ്പറൊക്കെ വിരിച്ചതിൻ്റെ ശേഷമാണ് കോഴികളാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ആളെ പേരും ഫോൺ നമ്പറൊക്കെ നമുക്ക് എവിടെ കൊടുത്ത് വിടണമെങ്കിൽ അവരുടെ സ്ഥലവും അതുപോലെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതിയിട്ട് പിന്നെ അവർ ഒരു ബോക്സിന്മേ ഒരു ടോക്കൺ നമ്പർ എഴുതും. ആ നമ്പർ നമ്മളിത് വാങ്ങുന്നവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ സേഫായിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. ആ നമ്പർ ആണ് നമ്മൾ കൊടുക്കണ ബോക്സുമുള്ള നമ്പർ. ആ പറഞ്ഞിട്ടാണ് പിന്നെ അവരവിടെ കൊടുക്കുകയും ചെയ്യാം.